അപ്പോൾ സഖാക്കളെ നമുക്ക് ആരംഭിക്കാൻ തോന്നുന്നു. ഞാൻ കുറച്ച് ഒന്ന് ലേറ്റായിപ്പോയി. നമ്മുടെ നാട്ടിലെ കൂത്തുപറമ്പ് ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ എല്ലായിടെയും നടക്കുന്ന ഒരു സമയമാണ്. ഇന്ന് നമ്മുടെ നാട്ടിലാണ് സ്കൗ ബാബുവേട്ടൻ, കൂത്തുപറമ്പ് രക്തസാക്ഷി ആയിട്ടുള്ള ബാബുവേട്ടൻ്റെ നാട് നമ്മളെ നാടിനടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി കഴിഞ്ഞ് സഖാവ് മുഹമ്മദ് റിയാസ് ആയിരുന്നു ആ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടൊരു കുറച്ച് സമയം അവിടെ ആയിപ്പോയി, അതുകൊണ്ടാണ് പങ്കെടുക്കാൻ ലേറ്റായത്. ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ സ്വാഗതം പറഞ്ഞിട്ടുള്ള സഖാവ് രാജേട്ടൻ, പ്രിയപ്പെട്ട അധ്യക്ഷൻ, പ്രിയമുള്ള കൂട്ടായ്മയിലെ ഇടതുപക്ഷം പ്രതിപക്ഷം എന്ന വാട്സപ്പ് കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്ന് കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിൻ്റെ 30ാമത് വാർഷികം ആചരിക്കുന്ന ഒരു ദിവസമാണ് നവംബർ 25, 2024. ഇത്തവണത്തെ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ ഞങ്ങൾ കൂത്തുപറമ്പിലെ രക്തധാരകങ്ങൾ അവർ 5 പേർ എന്നാണ് വിശേഷിപ്പിക്കാറ്. പക്ഷെ ഇത്തവണ അവർ 5 പേരല്ല, അവർ 6 പേർ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തവണത്തെ കൂത്തുപറമ്പ് ദിനം നാം ആചരിക്കുന്നത്. സഖാക്കൾ രാജീവേട്ടനും മധുവും റോഷനും ബാബുവേട്ടനും ഷിബുലാലും ഉൾപ്പെടുന്ന 5 രക്തധാരകങ്ങളിൽ സഖാവ് പുഷ്പേട്ടൻ്റെ പേര് കൂടെ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു വർഷം. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഇന്ത്യയിലെ, ഒരുപക്ഷെ ലോകത്ത് തന്നെ സമര പോരാട്ടങ്ങളിൽ യുവജനതയ്ക്ക് ഏറ്റവും ഊർജം നൽകുന്ന ഒന്നായിട്ടാണ് കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിലെ കൂത്തുപറമ്പ് സംഭവത്തെ ലോകം നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. എക്കാലത്തും യുവജനങ്ങൾക്ക് ഏറെ ആവേശം പകരുന്ന ഒന്നായിട്ട് കൂത്തുപറമ്പ് സമരം നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിനകത്തും ഒരു തർക്കമില്ല. ഒരു കാലഘട്ടത്തിൽ നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ, 90കളിൽ നവ ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആദ്യഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കൂത്തുപറമ്പ് ദിനത്തെ നമ്മൾ കാണുന്നത്. അത് അന്നത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ സംബന്ധിച്ചൊക്കെ സഖാക്കൾക്ക് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിനകത്ത് കോൺഗ്രസിൻ്റെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ നയത്തിനെതിരെ, വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണമുണ്ട്, പൊതുമേഖലയിലെ സ്വകാര്യവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജ് സ്വകാര്യ സ്വത്താക്കി മാറ്റാനുള്ള ഒരു നീക്കത്തിനെതിരെ, അന്നത്തെ കോൺഗ്രസിൻ്റെ ഒരു നീക്കത്തിനെതിരെ, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള അവരുടെ നീക്കത്തിനെതിരെയായിരുന്നു ആ ഒരു സമരം ഉണ്ടായിട്ടത്. ആ സമരത്തിനകത്ത് അന്ന് യഥാർത്ഥത്തിൽ അത് SFI ആയിരുന്നു അക്കാലത്ത് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്വാശ്രയവൽക്കരണത്തിനെതിരെയുള്ള സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരുന്നു. ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് DYFI ഈ സമരത്തോടൊപ്പം ചേരുന്നത്. അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള MV രാഘവൻ്റെ ഇത്തരം ചെയ്തികളിൽ വലിയ പ്രതിഷേധം അന്ന് ഈ കേരളത്തിനകത്തുള്ള യുവജന പ്രസ്ഥാനത്തിനും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കൂത്തുപറമ്പിൽ ഒരു അർബൻ ബാങ്കിൻ്റെ ഒരു സഹകരണ ശാഖയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഈ MV രാഘവൻ അവിടെ എത്തും, മന്ത്രി MV രാഘവൻ അവിടെ എത്തും എന്നറിയുകയും നമ്മുടെ നാട്ടിലുള്ള സഖാക്കൾ, പ്രത്യേകിച്ച് കൂത്തുപറമ്പ് പാനൂർ മേഖലയിലുള്ള ബ്ലോക്കുകളിലൊക്കെയുള്ള സഖാക്കൾ അവിടെ എത്തിച്ചേരണം എന്ന് തീരുമാനിക്കുകയും DYFIയുടെ അന്നത്തെ നേതാക്കന്മാരുടെ എല്ലാം നേതൃത്വത്തിൽ സമരം നടക്കുകയൊക്കെ ചെയ്യുന്നത്. അവർ ഇപ്പോഴും അവരെല്ലാവരും പറയുന്നത് വളരെ സമാധാനപൂർണ്ണമായിട്ട് സമരം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ തയ്യാറായിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ആയുധവും ഒരു കല്ലുപോലും കയ്യിലേന്തിയിട്ടില്ല എന്നുള്ളതാണ് അന്നത്തെ സഖാക്കളുടെ അവരുടെ അനുഭവത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന തരത്തിൽ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ, അതിൻ്റെ മുൻകൂട്ടിയുള്ളൊരു ധാരണ എത്തിയതുപോലെയാണ് ഈ പറയുന്ന പോലീസ്, MV രാഘവൻ്റെ പോലീസ് എന്നാണ് നമ്മൾ പറയുക, കോൺഗ്രസിൻ്റെ പോലീസുകാർ നമ്മുടെ സഖാക്കൾക്കെതിരെ നിറയൊഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അന്ന് ആ സമരത്തിൽ പങ്കെടുത്തവരിൽ ഏറ്റവും ചെറുപ്പം ഉള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു സഖാവ് റോഷൻ. റോഷൻ്റെ അച്ഛൻ നാണോട്ടൻ
അക്കാലത്ത് DYFI നടത്തുന്ന ഈ കഴിഞ്ഞ കാലം വരെ അദ്ദേഹം മരിക്കുന്നത് വരെ 2 വർഷം മുന്നെയാണ് അദ്ദേഹം മരണമടഞ്ഞത്. അതുവരെ DYFI നടത്തുന്ന എല്ലാ പരിപാടികൾക്കകത്തും എല്ലാ സമ്മേളനങ്ങൾക്കകത്തും അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. എല്ലാ കാര്യത്തിനകത്തും അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹം നടത്തുന്ന ചില ചെറിയ ചെറിയ സംഭാഷണങ്ങളിൽ അദ്ദേഹം പറയുമായിരുന്നു, ഈ സമരങ്ങളിൽ എൻ്റെ റോഷൻ മോനെ എത്തിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. അദ്ദേഹം പറയുന്നൊരു വാക്കുകൾ ഇങ്ങനെയാണ്: കുഴിമാടത്തിൽ പോയി ഈ റോഷനെ വിളിച്ചുണർത്തി ഈ സമരപ്പന്തലിലേക്ക് അല്ലെങ്കിൽ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ഞാൻ ഇനിയും അവനെ വിളിച്ചുണർത്തി ഈ സമരപ്പന്തലിലേക്ക് അല്ലെങ്കിൽ സമ്മേളന നഗരിയിലേക്ക് ഇരുത്തുമായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇനിയും ഈ സമരമുഖങ്ങളിൽ മരിച്ചുപോയതിലല്ല എനിക്ക് ദുഃഖം, ഈ സമരങ്ങളിൽ നിങ്ങളോടൊപ്പം ഇരിക്കാൻ ഇന്നവനില്ലല്ലോ, ഈ സമരത്തെ നയിക്കാൻ ഇന്നവനില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ദുഃഖം എന്ന് അദ്ദേഹം പറയുന്നത്. രക്തസാക്ഷിത്വത്തിൽ അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു നിരാശയില്ല. എന്നാൽ ഈ തരത്തിൽ ഈ പോരാട്ട ഭൂമിയിൽ അവരില്ലല്ലോ എന്നുള്ള ഒരു നിരാശയാണ് എനിക്കുണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സഖാക്കളെ നിങ്ങൾ നോക്കൂ, ഈ 5 പേരും അവർ തിരിഞ്ഞോടിയവരല്ല, സമരമുഖത്തു നിന്ന് തിരിഞ്ഞോടിയവരല്ല. പകരം ഈ പറയുന്ന 5 പേരും അവരുടെ എല്ലാം വെടിയേറ്റിട്ടുള്ളത് അവരുടെ ഇടനെഞ്ചിലാണ്, മുൻഭാഗത്താണ്, ശരീരത്തിൻ്റെ മുൻഭാഗത്താണ്. അത് പറയുന്നത് അവർ മുന്നോട്ടേക്കുള്ള സമരം നയിച്ച് മുന്നോട്ടേക്കുള്ള യാത്രയിലാണ് എന്നുള്ളത് ആണ് എന്ന് അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു. ഞാൻ ആദ്യം ഈ റോഷൻ്റെ ശരീരം കണ്ടപ്പോൾ ഞാൻ പരതി നോക്കിയത് അവനെവിടെയാണ് വെടിയുണ്ടേറ്റിട്ടുള്ളതാണ് എന്നും അങ്ങനെ ഞാൻ പരതി നോക്കിയപ്പോൾ അവൻ്റെ നെഞ്ചിലാണ്, മുൻവശത്താണ് എന്ന് കാണുകയും അങ്ങനെ കണ്ടപ്പോൾ ഞാൻ അഭിമാനം കൊള്ളുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായും ഇന്നത്തെ യുവജന പ്രസ്ഥാനത്തിന് ഒരുപക്ഷെ 94-ലോ 90-കളിലോ ഉള്ള സമാനമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നവോദാരവൽക്കരണ നയങ്ങൾ അതേറെ കരുത്തോടെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് ലോകത്തെ തന്നെ കീഴ്പ്പെടുത്താൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യം. അന്ന് നമ്മൾ വിദ്യാഭ്യാസ സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്തിട്ടുള്ളതെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, ഇന്ന് യുവജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മ ഏതാണ്ട് 60% വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തൊഴിലില്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അത് ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണമാണ്. അത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള ശ്രമമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സ്വകാര്യവൽക്കരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് അത് തൊഴിലില്ലായ്മ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. പക്ഷേ ഇന്ത്യൻ റെയിൽവേയുടെ പല റെയിൽവേ സ്റ്റേഷനുകളും, A1 റെയിൽവേ സ്റ്റേഷനുകളും അത് പാട്ടത്തിന് കൊടുക്കാനുള്ള തീരുമാനമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. BSNL പോലുള്ള LIC പോലുള്ള സ്ഥാപനങ്ങൾക്കകത്ത് പുതുതായിട്ട് നിയമനങ്ങൾ നടത്താതിരിക്കുക, അതിനെ ഏതെങ്കിലും പുരോഗതിയിലേക്ക് അതിനെ നയിക്കുന്ന ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കുക, ഇതെല്ലാം അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 94 അല്ലെ 90-കളിൽ എന്താണോ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം, ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന കൂത്തുപറമ്പ് സമരങ്ങളെല്ലാം ഏറെ പ്രസക്തമാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ പറയുന്ന കേരളത്തിനകത്ത് കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള, അല്ലെങ്കിൽ കേരള ജനതയോട് തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു വികാരം, ഒരു വിരുദ്ധമായിട്ടുള്ള വികാരം ലോകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന, ലോകത്തുള്ള ഉദാരവൽക്കരണ നയങ്ങളെ പിൻപറ്റുന്ന രാഷ്ട്രങ്ങളിലെ ജനതയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന, രാഷ്ട്രീയത്തിന് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയം ഏറെ പ്രതിരോധിക്കുന്ന ഒന്നായിട്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ്റും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയവും മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവും നമുക്കില്ല.
അപ്പം അങ്ങനെ ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയ ശക്തികൾ പ്രത്യക്ഷത്തിൽ തന്നെ സാധാരണ RSS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവർ നേരിട്ട് തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അവർ പ്രത്യക്ഷത്തിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഇലക്ഷനുകളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് RSSൻ്റെ വളരെ കൃത്യമായിട്ടുള്ള പൊതു ജനങ്ങൾക്കിടയിൽ ഇടപെടലും തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടലും ആണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വർഗീയത ഏറ്റവും കൃത്യമായിട്ട് ഉപയോഗിച്ചുള്ള ഒരു ഇലക്ഷനാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ എന്നുള്ളതൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുള്ള ചില ഉദാഹരണങ്ങളാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തൃശ്ശൂരും പാലക്കാടൊക്കെ നടന്നിട്ടുള്ള ഇലക്ഷനുകൾ ഈ പറയുന്ന വർഗീയത കൃത്യമായിട്ടില്ല, വർഗീയ രാഷ്ട്രീയം കൈയാളുന്നവർക്ക് കൃത്യമായിട്ടുള്ള സ്ഥാനമുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇക്കൂട്ടരുടെ മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ വർഗീയത വളർത്തുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന കോർപ്പറേറ്റുകളെ സഹായിക്കുക, അവരെ പ്രീണിപ്പിക്കുക എന്നുള്ളൊരു നയം കൂടിയാണ്. ഇന്ത്യക്കകത്ത് ഇന്ത്യൻ ജനതയുടെ 50% വരുമാനം, GSTയുടെ 50% എന്ന് പറയുന്നത് അത് കേവലം ഇന്ത്യക്കകത്തുള്ള 20 ശതകോടീശ്വരന്മാരുടെ കൈകളിലാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ സ്ഥിതിഗതികളിലൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂത്തുപറമ്പ് നൽകുന്ന ചില പാഠങ്ങൾ, ചില മാതൃകകൾ നമുക്കിനിയും പിന്തുടരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനെ, കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ കൂത്തുപറമ്പ് ദിനത്തിൽ നമുക്ക് ഓർമ്മിക്കാനുള്ളത്. കൂത്തുപറമ്പിനെ കുറിച്ച് പറഞ്ഞ് കുറേയധികം സമയം ഞാൻ പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മറക്കാൻ വേണ്ടി പറ്റാതെ നമ്മുടെയെല്ലാം ഈ പറയുന്ന 5 പേർ, കൂത്തുപറമ്പിൽ രക്തസാക്ഷികളായിട്ടുള്ള 5 പേർ, അത് രാജീവേട്ടനായാലും ഷിബുവേട്ടനായാലും മധുവേട്ടനായാലും റോഷനായാലും അവരെല്ലാം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ചില ഓർമ്മകളാണ്. എൻ്റെ എല്ലാം അനുഭവത്തിൽ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അവരുടെ എല്ലാം പോരാട്ട വീര്യവും ഓർമ്മകളുമാണ്. എന്നാൽ സഖാവ് പുഷ്പൻ എന്ന് പറയുന്നത് ഞാൻ DYFIയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള കാലത്ത് 2008 ഞാൻ DYFIയിൽ ഒരു യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിനുശേഷം 2012 ജില്ലാ കമ്മിറ്റി അംഗമായതിനു ശേഷമാണ് സഖാവ് പുഷ്പേട്ടനെ ഞാൻ നേരിട്ട് കാണുന്നത്. പുഷ്പേട്ടനെ കുറിച്ച് പറഞ്ഞാലും മതിയാവാതെ അത്രയും അനുഭവങ്ങൾ പറയാൻ നമുക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത്ര കണ്ട് പുഷ്പേട്ടനെ പരിചയപ്പെടുന്നവർക്ക് ഒരിക്കലും മറക്കാനാവാതെ ചില ഓർമ്മകൾ സമ്മാനിച്ചിട്ട് പുഷ്പേട്ടൻ അവരെ യാത്രയാക്കൂ എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങളെപ്പോലുള്ള അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്ത് ഒരു 5-8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പുഷ്പേട്ടൻ്റെ വീടെത്തും. നിരന്തരം അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിട്ടുള്ള സഖാക്കൾക്ക് പറയാനുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞാലും തീരാത്തതാണ് എന്നുള്ളതാണ്. അത് എല്ലാവരും പറയുന്നത് പോലെ പുഷ്പേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ ഏതാണ്ട് 30 വർഷക്കാലം അദ്ദേഹം തന്നെ പറയുമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച്, ഒരു ഉറുമ്പൻ്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ അതിങ്ങനെ അതുണ്ടാക്കുന്ന വേദനകൾ എന്ന് പറയുന്നത് അത് വലുതാണ്. ഒരു ഉറുമ്പ് കടിയേൽക്കുന്നതിനേക്കാൾ വേദനയാണ് അതിൻ്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞു പോകുമ്പോൾ. അപ്പം ആ ഉറുമ്പിനെ ഒന്ന് തൂത്ത് കളയാൻ വേണ്ടി പോലും എൻ്റെ ശരീരത്തിൽ ഒരു അവയവവും ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അതുപോലെ അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയാം. എന്നിട്ട് പോലും അങ്ങനെയുള്ള ആ ശരീരവും കൊണ്ട് അദ്ദേഹത്തിന് ചലിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഏകഭാഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തല മാത്രമായിരുന്നു. ഒരുപക്ഷെ സ്വതന്ത്രമായി ചലിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാവായിരുന്നു. എന്നാൽ ആ നാവ് കൊണ്ടുപോലും ഇത്രയേറെ ശയ്യാവലംബനായിട്ടുള്ള ഒരാൾ, നമ്മളൊക്കെ 1-2 ദിവസം ഒരുപക്ഷെ വീട്ടിനകത്ത് കട്ടിലിലോ മറ്റോ കിടപ്പിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീടിന് പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു ലോകം തന്നെ, അല്ലെ വീടിനപ്പുറമുള്ള ഒരു ലോകം നമുക്ക് അന്യമായി പോകുമായിരിക്കും. പക്ഷേ ഈ 30 വർഷക്കാലവും
അദ്ദേഹത്തിൻ്റെ കിടക്കക്കരികിലേക്ക് ഒരു ലോകത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഭൂമിക്ക് താഴെയുള്ള എന്തിനെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. മാർക്സ് പറയുന്നത് പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാൽ ഭൂമിക്ക് കീഴിലെ എല്ലാ കാര്യത്തിനെക്കുറിച്ചും സംവദിക്കാനും ചർച്ച ചെയ്യാനും വേണ്ടി പറ്റുന്നവരായിരിക്കണം എന്നുള്ളത് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ അദ്ദേഹം പറയായിരുന്നു. വീട്ടിൽ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ചെറിയ രുചി ഭേദം തൊട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്തും ലോകരാഷ്ട്രീയത്തിനകത്തും ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ ചർച്ചകളുടെ ഭാഗമായിരുന്നു. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ആ ലോകകാര്യങ്ങൾ നമുക്കൊന്നും അറിയാതെ, നമ്മളൊന്നും വായിക്കുകയും കേൾക്കുകയും പോലും ചെയ്തിട്ടില്ലാതെ ചെറിയ രാഷ്ട്രീയ ചലനങ്ങൾ, ചെറിയ ലോകകാര്യങ്ങൾ, കൊച്ചു കൊച്ചു ലോക സന്തോഷങ്ങൾ, നാട്ടിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളെല്ലാം അദ്ദേഹം നമ്മളോടൊക്കെ പങ്കുവെക്കുമായിരുന്നു. അത്ഭുതമായിരുന്നു ശരിക്കും പുഷ്പേട്ടൻ എന്ന് പറയുന്ന. ഞാൻ ആദ്യം പുഷ്പേട്ടനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ വീടിനകത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും എല്ലാം ഉള്ളൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പുഷ്പേട്ടൻ പത്രം വായിക്കും. പ്രായമായ അമ്മ അദ്ദേഹത്തിന് വായിക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിൽ പത്രം അദ്ദേഹത്തിൻ്റെ മുമ്പിലിങ്ങനെ നിവർത്തി പിടിച്ചു കൊടുക്കും. അങ്ങനെയാണ് അദ്ദേഹം അത് വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനെയും സഹോദരിമാരെയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരൻ, ഇത് മാത്രമായിരുന്നില്ല പുഷ്പേട്ടൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത്. ആ മേനപ്പുറത്ത് ആ വീടിനകത്ത് അവിടെയുള്ള DYFI എന്നാൽ അദ്ദേഹത്തിൻ്റെ എല്ലാമായിരുന്നു. അദ്ദേഹം വിശ്വസിക്കുന്നതും അദ്ദേഹം ഒരുപക്ഷെ കാണുന്നതും എല്ലാം അവരുടെ കണ്ണുകളിലൂടെയായിരുന്നു. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഹോദരി പറയായിരുന്നു, ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും പുഷ്പേട്ടനോട് പറയണം. അവിടെ നടന്നിട്ടുള്ള ചടങ്ങ് അത് വരച്ച് കാട്ടാൻ ഈ പറയുന്ന സഹോദരി നിർബന്ധിതയാവുമായിരുന്നു എന്നൊക്കെ അവർ പറയായിരുന്നു. ഏട്ടൻ പുഴയിൽ പോയിട്ട് പിടിക്കുന്ന മീനിൻ്റെ രുചി ഉൾപ്പെടെ പറയായിരുന്നു. ഇതെല്ലാം പറയുമ്പോഴും കേരള രാഷ്ട്രീയത്തിനകത്തുണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും അത് അദ്ദേഹം വീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മളെപ്പോലുള്ള സഖാക്കളും പലപ്പോഴും വളരെ വിമർശനപരമായിട്ടൊക്കെ പാർട്ടിയുടെ ചില തീരുമാനങ്ങൾ പറയുമ്പോഴും സഖാവ് പുഷ്പേട്ടൻ പാർട്ടിയുടെ അത്തരം ഏതെങ്കിലും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ പോലും അതിനകത്തുള്ള ഒരു പോസിറ്റീവ് ആസ്പെക്ട്സ് എങ്ങനെയാണ് കണ്ടെത്താൻ വേണ്ടി പറ്റുക, അത് കണ്ടെത്തി നമ്മളെ പോലും കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്നുള്ളതാണ്. അത് ഏത് കാര്യത്തിനകത്താണ്. പുഷ്പേട്ടനോട് ചില ഇൻ്റർവ്യൂവിലെല്ലാം പത്രക്കാരൊക്കെ ചില ഘട്ടങ്ങളിലെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് അതൃപ്തി ഉണ്ടായിട്ടില്ലേ, MV രാഘവൻ പാർട്ടിയിലേക്കുള്ള പ്രവേശനത്തോടെ തുടങ്ങിയ ചില വിഷയങ്ങളെക്കുറിച്ചെല്ലാം പറയുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് പറയുകയായിരുന്നു. അത് പാർട്ടിയുടെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു എന്നത് വളരെ കൃത്യമായിട്ട്. പാർട്ടിയാണ് അദ്ദേഹത്തിനല്ല, അതിനപ്പുറം പാർട്ടിയുടെ അഭിപ്രായത്തിനപ്പുറം എനിക്കൊരു അഭിപ്രായമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറയാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. സഖാവ് പുഷ്പേട്ടൻ അദ്ദേഹത്തിൻ്റെ 30 വർഷക്കാലം ഇങ്ങനെ വീടിനകത്ത് മാത്രം കഴിയുമ്പോഴും പുറത്ത് നടക്കുന്ന പോരാട്ടങ്ങൾ അദ്ദേഹത്തെ ഏറെ ആവേശം കൊള്ളിച്ചിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. DYFI ഏറ്റെടുക്കുന്ന മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് വാദോരാതെ സംസാരിക്കുകയും പുതിയ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രേരണ നൽകുന്ന ഒരു ചാലകശക്തിയായിട്ട് പലപ്പോഴും പുഷ്പേട്ടൻ മാറിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ കുത്തുറുമ്പ് ദിനത്തിലും DYFIയുടെ നേതാക്കന്മാർ ആ വീടിനകത്ത് സന്ദർശിക്കുകയും സഖാക്കൾ അവിടെയുള്ള കേരളത്തിലെ മിക്കവാറും എല്ലാ നേതാക്കന്മാരും, അത് പാർട്ടി നേതാക്കന്മാരായാലും ശരി DYFIയുടെ നേതാക്കന്മാരായാലും ശരി, അവരുടെ തലശ്ശേരി സന്ദർശനത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരിടമായിരുന്നു സഖാവ് പുഷ്പേട്ടൻ്റെ വീട്. പ്രത്യേകിച്ച് കോടിയേരി സഖാവിനെ പോലുള്ള സഖാക്കൾ അദ്ദേഹം തലശ്ശേരിയിൽ വരുന്ന കാലത്തെല്ലാം, പ്രത്യേകിച്ച് ഏതെങ്കിലും പുതിയ ചുമതലകൾ ഏറ്റെടുത്ത് തലശ്ശേരിയിൽ വരുമ്പോഴെല്ലാം സഖാവ് പുഷ്പേട്ടനെ ചെന്ന് കാണുമായിരുന്നു. അദ്ദേഹത്തോട് കളിതമാശകൾ പറഞ്ഞ് കുശലം പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. സഖാവ് പിണറായി ഉൾപ്പെടെയുള്ള സഖാക്കൾ അത്തരത്തിൽ പുഷ്പേട്ടനെ ഏറെ സ്നേഹത്തോടെ
ചേർത്ത് പിടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ നാട്ടിലെ സഖാക്കൾ അവരാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു മനുഷ്യനെ ഒരു നിരാശയുമില്ലാതെ ഏറെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി പ്രദാനം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു കേന്ദ്രമായിട്ട് പുഷ്പേട്ടനെ ജീവിപ്പിച്ച് നിർത്തിയിട്ടുള്ളത് ഈ മനുഷ്യരുടെ സ്നേഹപൂർണ്ണമായിട്ടുള്ള ഇടപെടലാണ് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല. നമുക്കും വേണ്ടുന്ന ഒന്നുണ്ട്. നമ്മുടെ സമൂഹത്തിനകത്ത് ഇത്തരത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന സഖാക്കളുണ്ടാവും. അവരുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും കാലിടറുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം. അല്ലെ അത്തരത്തിൽ ഒരു കോമ്രേഡ്ഷിപ്പ് വളർത്തിയെടുക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അവരോടൊപ്പം ചേരുകയും അവരുടെ കണ്ണും കാതും ആവുക എന്നുള്ളത് DYFIക്കല്ലാതെ മറ്റാർക്കും കഴിയാതെ ഒന്നായിട്ടാണ് നമ്മുടെ എല്ലാം ഒരു അനുഭവം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇന്നത്തെ സമൂഹവും രാഷ്ട്രീയവും എല്ലാം പഠിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയുള്ള സഖാക്കളിൽ നിന്നും നാം ഏറ്റെടുക്കേണ്ടുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൂത്തുപറമ്പിലെ സമരപോരാളികളെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് അത് വരുംകാല പോരാട്ടത്തിൽ കൂടുതൽ കരുത്തേകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുകയും ഈ പരിപാടിയെ ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ള പ്രിയ സഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.